അസ്കർ, ഇങ്ങനെ UDFന്റെ ഭരണസമിതിയിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം തിരിച്ചു വെക്കുന്നതിന് തിരിച്ചടിയായി മാറുമെന്ന് തോന്നുന്നു കേട്ടോ. 2012 ഉത്തരവ് അന്വേഷണ സംഘം അതിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. അല്ല, നിലവിൽ അതിനെ സംബന്ധിച്ച് ഒരു കേസ് എടുത്തതായി നമ്മുടെ മുന്നിൽ ഒരു തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. ഒരു ഊഹാപോഹങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. SIT ഇത് സംബന്ധിച്ച് കണ്ടെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് കേസിലേക്കോ മറ്റ് നടപടികളിലേക്ക് പോകുന്നത് മൂന്നാമതൊരു FIR എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതൊരു വ്യത്യസ്തമായ തലത്തിൽ മാത്രം അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. അത് സംബന്ധിച്ച് ആചാരങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ നിലവിലെ നിയമങ്ങളെ സംബന്ധിച്ചും ഒക്കെ തർക്കങ്ങളും വാദമുഖങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വിഷയമാണ്. അപ്പോ ഇത് ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, വലതുപക്ഷ അല്ലെങ്കിൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു പോയൊരു പിശകിനെ ന്യായീകരിക്കുക ഇടതുപക്ഷ ഗവൺമെന്റ് ഉത്തരവാദിത്വമായിരിക്കരുത് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അപ്പോ നിലവിൽ ഇത് രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവുമെന്നൊന്നും കരുതുന്നില്ല. പക്ഷെ കേരളത്തിലെ സംഘപരിവാർ മുഖങ്ങളിൽ നിശ്ചയമായും വല്ലാത്ത മ്ലാനത ഞാൻ കാണുന്നു. ആ മ്ലാനത തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അത്തരം മ്ലാനതയല്ല വേണ്ടിയിരുന്നത്. അവരുടെ വാശിയും വീറും ഒക്കെ എവിടെയൊക്കെയോ പോവുകയും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആ പഴയ വീറും വാശിയും ഒരു അർത്ഥത്തിലും പൊതുമധ്യത്തിൽ കാണുന്നില്ല എന്ന. ശരിയാണ് അനിൽ, അത് ശരിയാണല്ലോ. താങ്കളിലും അത് കാണുന്നില്ല, ആ വീറും വാശിയും തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ ചർച്ചയുടെ തുടക്കം തൊട്ട് തന്നെ പറയുന്നതാണ്, കുറ്റം ചെയ്ത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് വ്യക്തമാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 2012 ആ ദേവസ്വം ബോർഡിന്റെ ഓർഡറിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വരി കൂടുണ്ട്, മുൻ പതിവുകൾ എന്തായിരുന്നു എന്ന് നോക്കാതെ എന്നൊരു വാചകമുണ്ട്. മുൻ പതിവ് എന്ന് പറയുമ്പോൾ അത് കൃത്യമാണല്ലോ. മുൻ പതിവ് അനുസരിച്ച് ഇന്ന് രാജഗോപാൽ സാറ് കൈരളി TV കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ഈ സർക്കുലർ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഓഫീസുകളിലേക്കും അയച്ചു കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനുശേഷം ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ വായിച്ച ആ സർക്കുലർ ഉണ്ടല്ലോ, ആ ഓർഡർ ഉണ്ടല്ലോ, അതെങ്ങനെ നിലനിൽക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനിടയിൽ കേസുകൾ വന്നിട്ടുണ്ടെന്ന്, 2 കേസുകൾ ഏതോ ക്ഷേത്രങ്ങളിൽ തന്ത്രിമാർക്ക് കൈമാറിയതിൽ കൊടുങ്ങല്ലൂർ, എറണാകുളം തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ സമാന സ്വഭാവമുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ അനുസരിച്ചുകൊണ്ട് എല്ലായിടവും ഈ വാജീവാഹനത്തിന്റെ കസ്റ്റോഡിയൻ, ആ കൊടിമരം മാറ്റിയതിനു ശേഷം അതിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയാണെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 കോടതികളുടെയും ഉത്തരവ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടിമരങ്ങൾ മാറ്റേണ്ടി വരുമല്ലോ. അങ്ങനെ അല്ലല്ലോ, തുടർച്ചയായിട്ട് മാറ്റിയാൽ എന്ത് ചെയ്യും? ഈ വാജിവാഹനം എടുക്കുന്നതിന് വേണ്ടി അങ്ങനെയും വരാമല്ലോ. അതൊക്കെ നമ്മുടെ ഒരു ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള സാധ്യതകളല്ല. ശ്രീ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിനൂടെ മറുപടി കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ വിശ്വാസികളോടൊപ്പം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് വീറും വാശിയും ഇല്ല എന്നാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കത്തിലുള്ള ആ വീറും വാശിയും കുറഞ്ഞു. അത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടെയാണ് അങ്ങനെ കുറഞ്ഞത്. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, താങ്കൾക്കറിയാമല്ലോ, എല്ലാ ചർച്ചകളിലും രാഹുൽ ഈശ്വറിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ പറയാൻ രാഹുൽ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് താങ്കൾ പറഞ്ഞ കാര്യങ്ങള് അതിനെ അനുമോദിച്ചുകൊണ്ടാണ് രാഹുൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ വീറും വാശിയും എവിടെ പോയി? ഇല്ല, രാഹുൽ പഴയതുപോലെയുള്ള അനിലിനെയാണോ ഇപ്പോൾ കാണുന്നത്? പഴയ അനിലാണോ ഇത്? 19-ാം തീയതി കേരള സെക്രട്ടേറിയറ്റിലേക്ക് ഹൈന്ദവ സംഘടനകൾ ഗംഭീരമായ ഒരു മാർച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് CBI പോലെയുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് തന്നെ നേരിട്ട് സമരം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും സമരമുഖത്തു നിന്ന് വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മാറിയിട്ടില്ല. കുറ്റം ആര് ചെയ്തു? അയ്യപ്പനും ദേവസ്വം ബോർഡിനും നഷ്ടം 1 രൂപയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയാൽ, അത് തന്ത്രി ആയിക്കൊള്ളട്ടെ, കടകംപള്ളി സുരേന്ദ്രൻ ആയിക്കൊള്ളട്ടെ, പത്മകുമാറോ രാഘവനോ ആരും ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഞങ്ങൾ യാതൊരുമായിട്ടുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന് വളരെ വ്യക്തമാണ്. പിന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ആൾക്കാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതും ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. ശ്രീ ഹസ്കർ തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകനായി വന്നിരുന്ന അദ്ദേഹത്തിന്റെ നയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇനിയും തൊട്ട് പറയണ്ട എന്ന് വാ മൂടിക്കെട്ടിയ ഒരു സംസ്കാരമുണ്ട്. പക്ഷേ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ അങ്ങനൊന്നുമില്ല. ശരി, ശ്രീ സേനാപതി വേണു, എന്തായാലും നിലവിൽ ഒരു കേസും ഇല്ലാത്തത് കൊണ്ട് അജയ് തറയിൽ ഉൾപ്പെട്ട പഴയ ഭരണസമിതിക്ക് കുഴപ്പമില്ല. പക്ഷേ അന്വേഷണം ആ വഴിക്ക് നീങ്ങുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലേ ഈ ഉത്തരവിന്റെ മറപിടിച്ചുകൊണ്ട്?
അല്ല, ഇവിടെ ഈ വാജിവാഹനം കൈമാറ്റം ചെയ്ത ആ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുടെ പേരിൽ ഇവിടെ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമം നടക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ ഇത്ര സത്യസന്ധനായ ഗാന്ധിയനായി ജീവിച്ച ശബരിമലയുടെ വികസനത്തിന് വേണ്ടി തൻ്റെ കാലഘട്ടം അതിൽ അദ്ദേഹം എത്രയോ ക്രിയാത്മകമായ പ്രവർത്തനം നടത്തിയ അദ്ദേഹമൊന്നും അവിടുന്ന് ₹1 പോലും, കാരണം എനിക്ക് അദ്ദേഹത്തെ വളരെ നേരിട്ട് പരിചയമുള്ള ആളാണ്. അദ്ദേഹം MLA ആയിരിക്കുന്ന കാലത്തും അതിന് ശേഷമൊക്കെ അദ്ദേഹമൊക്കെ 100% ഗാന്ധിസത്തിൽ ഗാന്ധിയനായി ജീവിച്ച ഒരാൾ അവിടെ നിന്നൊരു നാണയത്തൊട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയ ഇല്ലെങ്കിൽ ചെയ്തു എന്നുള്ളതല്ല. ഇത് ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായി നടത്തിയ ഒന്ന്. അത് ഒരാളുടെ രണ്ടാളുടെ അല്ലോ, നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലല്ലേ ഈ വാജിവാഹനം കൈമാറ്റം ചെയ്യുന്ന അത്. അതിന്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല. ഇവിടെ രണ്ടാമത് നടന്നിരിക്കുന്ന ഒരു കുറ്റകൃത്യത്തെ മറയ്ക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആളുകളിലേക്ക് അന്വേഷണം പോകുന്നത് അതാണ് ഞാൻ ആദ്യം. ശരി, ശ്രീജിത്ത്, അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കുവാനുള്ള ശ്രമമാണോ ഇത്? സ്വർണ്ണക്കൊള്ളയെ മറയ്ക്കുന്നതിന് വേണ്ടി വാജിവാഹനത്തിൽ കയറി പിടിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഇവിടെ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന 2 കേസുകളാണ്. അതിലൊന്ന് കട്ട്ളയുമായി ബന്ധപ്പെട്ടതാണ്, രണ്ടാമത്തേത് ദ്വാരപാലകരുമായി ബന്ധപ്പെട്ടതാണ്. ഈ 2 കേസുകൾക്കും വാജിവാഹനവുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ആ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് വാജിവാഹനത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. തന്നെയുമല്ല, നേരത്തെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഇതേപോലെ തന്നെയുള്ള പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് ശ്രീവരാഹം ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ വാജിവാഹനം കൈമാറ്റം ചെയ്യുന്നത്. അതിൻ്റെ ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. ഇതേപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, കൊച്ചിൻ ദേവസ്വം ബോർഡിലുണ്ട്. എറണാകുളത്തുള്ള ഐരാണിക്കുളം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ പഴയ ബിംബം മാറ്റം ചെയ്യുന്ന സമയത്ത് KP നാരായണ പിഷാരടിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ട് തന്ത്രസമുച്ചയം വ്യാഖ്യാനിച്ചിട്ട് ആ വ്യാഖ്യാനത്തിന്റെ കുറിപ്പ് കൂടി വെച്ചിട്ട് അന്ന് ദേവസ്വം ബോർഡ് ഉത്തരവായിരിക്കുന്നതും ഇതിന്റെ കസ്റ്റോഡിയൻ തന്ത്രിയാണ് എന്നാണ്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ് ഏതായാലും ഈ രീതിയിലത്തേക്കുള്ള ആചാരങ്ങളാണ് ഇവിടെ അനുവർത്തിക്കുന്നത്. അങ്ങനെ ഇരിക്കെ വളരെ കൃത്യമായിട്ട് വാജിവാഹനത്തിനുള്ള കൈവശാവകാശം തന്ത്രിക്കാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അത് ആചാരപരമാണ്. 2, അത് ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്തും തന്ത്രി അത് അനാവശ്യമായിട്ട് കയ്യിൽ വെച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഒരു വിവാദം ഉണ്ടാവുകയും അദ്ദേഹം അത് കച്ചവടമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ തന്ത്രി തന്നെയാണ് പറഞ്ഞത്, ഞാനിത് സമർപ്പിക്കാനായിട്ട് സന്നദ്ധനാണ്, തിരിച്ച് ദേവസ്വം ബോർഡ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാൾ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിന് ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അത് വാങ്ങാമായിരുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു വസ്തു ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കേസിൽ എന്തിനാണ് ഇതിനെ ഒരു തൊണ്ടി മുതലാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. 2, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം തന്ത്രി ചെയ്തിട്ടുണ്ട് എന്ന് കരുതിക്കൊള്ളൂ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢമായിട്ടുള്ള ഇടപെടലുകൾ. പക്ഷെ അത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശ്രീജിത്ത്. പക്ഷെ അത് യഥാർത്ഥ വാജിവാഹനമാണ് എങ്കിൽ പ്രശ്നമുണ്ടാവുകയില്ല, അതല്ല എങ്കിലോ? അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കാര്യം കൂടിയുണ്ട്. അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പോയി വേറെ ഒരെണ്ണം വാജിവാഹനം ഇതേപോലെ സമാനമായിട്ട് ഒരെണ്ണം ഉണ്ടായിക്കൊണ്ട് വന്നു. അതായത് ദ്വാരപാലക സ്വർണ്ണപ്പാളികളിൽ കണ്ടതുപോലെ. അല്ല, അങ്ങനെ അദ്ദേഹത്തിനെ നിശ്ചയമായിട്ടും പിടിച്ചകത്തിടണം. ഞാൻ പറയുന്നത്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി 39 ദിവസം ഇവിടെ കൊണ്ടുപോയിട്ട് അത് റെപ്ലിക്ക ഉണ്ടാക്കിയോ ഇല്ലയോ എന്നതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം പോലും നടക്കുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ ആ സമയത്ത് അതിനെ ഡീപ്രയോറിറ്റൈസ് ചെയ്തിട്ട് വാജിവാഹനം ശരിയാണോ അല്ലയോ എന്നുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ സംശയമില്ല. ഒറ്റ കാര്യം, ഈ വാജിവാഹനം എന്ന് പറയുന്നത് പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയിട്ട് സ്വർണം പൂശിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ മറ്റേത് തനി തങ്കം പൊതിഞ്ഞിരുന്ന സാധനമാണ്. അപ്പൊ ഏതാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ കൊണ്ടുപോകുന്നവർ ആലോചിച്ചു. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.